തൃപ്പുണിത്തുറ ചൂരക്കാട് പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തിന്റെ നടുക്കം മാറാതെ സമീപവാസികൾ. വെടിക്കെട്ട് സാമഗ്രികളുമായി എത്തിയ വാഹനമാണ് പൊട്ടിത്തെറിച്ചതെന്ന് ദൃക്സാക്ഷി സേതുമാധവൻ പറഞ്ഞു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ രണ്ടുപേർ തെറിച്ച് റോഡിനപ്പുറം വീണു. ഇവരാണ് മരിച്ചത്. ബോംബ് സ്ഫോടനത്തിന്റെ പ്രതീതിയായിരുന്നുവെന്നും സമീപത്ത് റേഷൻ കട നടത്തുന്ന സേതുമാധവൻ വിവരിക്കുന്നു. ഇന്നലെ അവര് കാലത്തെ ഒരു 9:30 മണിയായപ്പോഴേക്കാണ് ഈ വാൻ വന്ന് കയറണം. വന്ന് ഇതിൻ്റെ അകത്ത് കയറ്റുന്നത് ഒരു 10-12 പിള്ളേരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ പോയി, ബാക്കി 4 വയസ്സന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. 2 ഡ്രൈവറും ഉണ്ടായിരുന്നു. ആ ഡ്രൈവറും ഒക്കെ നിന്നൊരു അരമണിക്കൂറോളം കഴിഞ്ഞ് 10-10:15 ആകുമ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നത്. വേറെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ആ ഷെഡിൽ ഇറക്കിയിട്ട് അവർ വൈകിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ അമ്പലത്തിലെ പിള്ളേര് പുറത്ത് 2 പേര് ടെറിച്ച് ഈ മതിലിന്റെ പറ്റൊക്കെ വന്നു. ഒരു വയസ്സായ ആള് ചോര കുളിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരുത്തൻ എണീറ്റിട്ട് ഞാൻ മരിക്കുകയെന്നും പറഞ്ഞിട്ട് കിടന്ന് അലറി വിളിക്കണായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് പിടിക്കാനാണ്. ഞങ്ങളുടെ കടയിൽ, ആ റേഷൻ കടയിൽ ഒരു ഫാമിലി ഞങ്ങളും മാത്രമേ ഉള്ളൂ. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 8 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്ന് നഗരസഭാ കൗൺസിലർ സുധാ സുരേഷ് പറഞ്ഞു. 150ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. നാട്ടുകാരുടെ ആശങ്കകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരും. ഇന്നലെ അപേക്ഷകൾ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അത് സമയം തികയാത്തതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ മുതൽ ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ്. കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകണം, പ്രാഥമിക കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഉണ്ടെങ്കിലും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഡോറില്ലാത്ത കാരണം ആൾക്കാർക്ക് സമാധാനമായിട്ട് പുറത്തിറങ്ങി പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമ്മുടെ അസോസിയേഷൻ്റെ ഒരു യോഗം കൂടുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം. കാരണം കൊച്ചു കുട്ടികളടക്കം ഈ ഭയങ്കര സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കുട്ടികളടക്കം പേടിച്ചിരിക്കുന്ന ഒരു അവസരമാണ്. സ്കൂളിൽ പോകാൻ പറ്റാത്ത പിള്ളേരൊക്കെ ഉണ്ട് ഇപ്പോഴും. നഷ്ടപരിഹാരത്തിനായി 285 പേർ ഇതുവരെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം വൈകിട്ടോടെ നഗരസഭയ്ക്ക് റിപ്പോർട്ട് കൈമാറും. നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ് വ്യക്തമാക്കി. നഷ്ടത്തിന്റെ കണക്കിലേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ടൗൺ പ്ലാനിംഗ് വിഭാഗം, നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വീടുകൾ കയറി അത് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രേഷന്റെ എണ്ണം 280യുടെ അടുത്ത് 250, മോർ ദാൻ 250 ആയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലാണ് നമുക്ക് അതിന്റെ കൃത്യമായ ഒരു കണക്ക് എത്രയാണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. നഷ്ടത്തിന്റെ ഏകദേശം എത്ര രൂപയുടെ നഷ്ടം മൊത്തത്തിൽ സംഭവിച്ചു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനിടെ സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. അനുമതിയില്ലാതെ വെടിമരുന്ന് സൂക്ഷിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ ഇന്ന് കൂടുതൽ പേരുടെ അറസ്റ്റിനും സാധ്യതയുണ്ട്. വിഷ്ണു സുരേഷ് നാട്ടുകാർക്കുള്ള പരാതിയും സംഭവത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ദുരിത സാഹചര്യവും സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകും. ഫയർഫോഴ്സ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകാൻ അശ്വിൻ പാലാടിയും നമ്മളോടൊപ്പമുണ്ട് ബിഗ് ബ്രേക്കിംഗിൽ. വിഷ്ണു സുരേഷ്, ഇപ്പോഴും എന്താണ് നാട്ടുകാർക്കുള്ള പ്രധാനപ്പെട്ട പരാതി? ഇപ്പോൾ ജനപ്രതിനിധികൾ പറയുന്നത് കേട്ടു, അവിടെ പല വീടുകളിലും ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാൻ അവർക്ക് പേടിയാണ്. പല വീടുകളുടെയും കഥകൾ പൊളിഞ്ഞു പോയതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വസിച്ച് ധൈര്യത്തോടുകൂടി പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആളുകൾക്ക് മാനസികമായ സംഘർഷം അവർ അനുഭവിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു അവിടെ നിന്ന് നൽകാനുള്ളത്? ഗോപികൃഷ്ണൻ, 8 വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്, ബലക്ഷയമേറ്റിട്ടുണ്ട്. ആ വീടിന്റെ അകത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല, നിലവിൽ അത് നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 150 വീടുകൾക്കാണ് ഭാഗികമായി തകർച്ച സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഈ അവശിഷ്ടങ്ങൾ, തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയാൽ തന്നെ ഏറെക്കുറെ അവർക്ക് പഴയ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ മാനസികാവസ്ഥ പഴയ രീതിയിലേക്ക് എത്താൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് നിലവിൽ നഗരസഭ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ സന്നദ്ധ സംഘടനകളും ഹരിതകർമ്മസേനയും ചേർന്നാണ് അവിടുത്തെ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ്. 285 പേരാണ് നിലവിൽ ഈ നഷ്ടപരിഹാരത്തിനായി പ്രാഥമിക ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അത് 300-ലധികം ആളുകളിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ആ പേര് 300-ൽ കൂടാനുള്ള ഒരു സാധ്യത നിലവിൽ നഗരസഭ വിലയിരുത്തുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗവും റവന്യൂ വിഭാഗവും ഈ പ്രദേശത്ത് 2 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തുകയാണ്. ഇവരുടെ പരിശോധനാ റിപ്പോർട്ട് കൂടി ലഭ്യമായ ശേഷമായിരിക്കും എത്ര രൂപയുടെ ഒരു നഷ്ടം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ ചൂരക്കാട്
പ്രദേശത്തെ 2 കിലോമീറ്റർ ചുറ്റളവിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ള ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൈമാറും. ഡെപ്യൂട്ടി കളക്ടർക്കാണ് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് തൃപ്പൂണിത്തുറ നഗരസഭയും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇവരുടെ മാനസിക പ്രശ്നങ്ങൾ, അതായത് പെട്ടെന്നുണ്ടായ ഒരു ആഘാതമാണ്, അതുകൊണ്ട് പല ആളുകൾക്കും ഇപ്പോഴും അതിൽ നിന്ന് മുക്തരായിട്ടില്ല. അതിനുവേണ്ടി 6 പേരടങ്ങുന്ന, അതായത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശാ വർക്കർ, അതോടൊപ്പം മറ്റ് നേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു 6 അംഗ സംഘം ഈ പ്രദേശത്തെത്തും. അങ്ങനെ 15 ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇവരായിരിക്കും ഈ പ്രദേശത്തെ ആളുകളുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുക അല്ലെങ്കിൽ അത് പരിഗണിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കൗൺസിലിംഗ് വേണ്ട ആളുകളുണ്ട് എങ്കിൽ അവർക്ക് വിദഗ്ധമായ ചികിത്സ നൽകുന്നതിന് മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും നിലവിൽ നഗരസഭാ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇന്നലെ 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ 4 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പിടികിട്ടാനുള്ളത് കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികളാണ്. അതോ ഒന്ന് ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും മറ്റൊന്ന് പ്രസിഡന്റുമാണ്. അവർ കീഴടങ്ങും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ. ശരി, മുഖ്യമന്ത്രിക്ക് ഫയർഫോഴ്സ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അശ്വിൻ പാലാടി നമ്മളോടൊപ്പം ചേരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങളുമായി. അശ്വിൻ, ഈ ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ വെടിമരുന്ന് സൂക്ഷിച്ചവർക്കെതിരെ കർശനമായ നടപടി വേണം എന്നൊരു ആവശ്യം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഫയർഫോഴ്സ് വെച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ ഫയർഫോഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത്? ഗോപികൃഷ്ണൻ, എക്സ്പ്ലോസീവ് ആക്ട് 8084 പ്രകാരമുള്ള കർശന നടപടികൾ ഈ കുറ്റക്കാർക്കെതിരെ ചുമത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിലുള്ളത്. ഇന്നലെ തന്നെ ജില്ലാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് ശക്തമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത്. അതായത് അനുമതി ഇല്ലാതെയാണ് ഇത്രയധികം വെടിമരുന്നുകൾ അവിടെ സൂക്ഷിച്ചതെന്നും ഈ വെടിക്കെട്ടിനുള്ള കോപ്പുകൾ അവിടെ സൂക്ഷിച്ചു വെച്ചതെന്നും അത് കൈകാര്യം ചെയ്തതെന്നും കണ്ടെത്തിയിരുന്നു. ഒപ്പം തീരെ സുരക്ഷിതത്വമില്ലാതെ ഇത് കൈകാര്യം ചെയ്തതായി ഇന്നലെ തന്നെ ഫയർഫോഴ്സ് ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. തുടർ നടപടികൾ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഏതു തരത്തിൽ ഇവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആഗ്രഹം. എന്തായാലും അത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപികൃഷ്ണൻ. ശരി, അശ്വിൻ പാലാഴിയാണ് ഫയർഫോഴ്സ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വിഷ്ണു സുരേഷും എത്തിച്ചു.